കോതമംഗലം താലൂക്കിലെ വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ വെറും 11 സെന്റ് സ്ഥലത്ത് മാതൃകാ കൃഷിയൊരുക്കി ശ്രദ്ധേയനാവുകയാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ. കോതമംഗലത്തിന് സമീപം പിടവൂരിലെ വെറും 11 സെന്റ് സ്ഥലത്ത് മാതൃകാ കൃഷിയൊരുക്കി ശ്രദ്ധേയനാവുകയാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ. സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായ മിക്ക കാർഷിക ഉൽപ്പന്നങ്ങളും ഈ ചെറിയ പുരയിടത്തിൽ നിന്ന് തന്നെ ലഭ്യമാക്കുകയാണ് റഷീദ്. കോതമംഗലത്തിന് സമീപം പിടവൂരിൽ താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ റഷീദിന്റെ വീട്ടുമുറ്റം കണ്ടാൽ ആരും ഒന്ന് അമ്പരക്കും. വെറും 11 സെന്റ് സ്ഥലത്താണ് വൈവിധ്യമാർന്ന കൃഷികൾ ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് വീടിന് മുന്നിലെ പന്തലിലാകെ പടർന്നു നിൽക്കുന്ന മുന്തിരിവള്ളികളും കുലകളുമാണ്. മുന്തിരിക്ക് പുറമെ കപ്പ, ചേന, ചേമ്പ്, വാഴ, തെങ്ങ്, മാവ്, പ്ലാവ്, റംബൂട്ടാൻ, പേര, മുരിങ്ങ, വിവിധ ഇനം പച്ചക്കറികൾ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ മിക്ക വിളകളും ഈ കൊച്ചു പുരയിടത്തിൽ വിളയുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനിടയിൽ ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളിലാണ് കൃഷി പരിപാലനമെന്ന് റഷീദ് പറയുന്നു. ചെറുപ്പം മുതലുള്ള കൃഷിയോടുള്ള താല്പര്യവും നല്ല ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹവുമാണ് ഇന്ന് ഈ മാതൃകാ കൃഷിയിടത്തേക്ക് എത്തിച്ചതെന്ന് റഷീദ് പറഞ്ഞു. ജൈവ കർഷകനായ റഷീദ് നാടിന്റെ അഭിമാനമാണെന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നാട്ടുകാർക്കും ലഭിക്കുന്നുണ്ടെന്നും പ്രദേശവാസിയായ കരീം പറഞ്ഞു. ഓട്ടോറിക്ഷയുടെ സ്റ്റിയറിംഗിൽ നിന്ന് കൃഷിയിടത്തേക്ക് കടന്നു വന്ന റഷീദ് അധ്വാനവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ചെറിയൊരു പുരയിടം പോലും സമൃദ്ധിയുടെ മാതൃകയാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. എൻ്റെ പേര് റഷീദ്. ഞാൻ വാരപ്പെട്ടി പഞ്ചായത്തിൽ പിടൂര് 5-ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഡ്രൈവറുടെ കൂടെ ഞാൻ കുറേ കൃഷിയും കാര്യങ്ങളും നടത്തുന്നുണ്ട്. എൻ്റെ ഒരു എൻജോയ്മെൻറ്റിനും എൻ്റെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും വിഷമടിക്കാത്ത പച്ചക്കറികൾ കഴിക്കാനും എൻ്റെ സ്ഥലത്ത് ഞാൻ പച്ചക്കറികൾ നട്ടു വളർത്തുന്നുണ്ട്. അതിലുപരി മുന്തിരി നടുന്നുണ്ട്. മുന്തിരി കൃഷിയുണ്ട്. കൃഷി എന്ന് പറയാനില്ല, ചെറിയ തോതിൽ മുന്തിരി നട്ടിട്ടുണ്ട്. അതിൽ മുന്തിരി ആവശ്യത്തിലധികം നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാകുന്നുണ്ട്. പിന്നെ മാവ്, പേര, കപ്പ, മധുരക്കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ, വാഴ, മാവ്, കടപ്പ്ളാവ് എന്നുവേണ്ട എല്ലാ തരം ഫലത്തൈകളാണെങ്കിലും എന്ത് തരങ്ങൾ ആണെങ്കിലും എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ എൻ്റെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനുള്ള സമയം കണ്ടെത്തുന്നത് ഞാൻ എൻ്റെ പണിക്ക് ശേഷം വന്നിട്ട് ബാക്കിയുള്ള സമയങ്ങൾ ഞാനും എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ കൂടിയാണ്. പിന്നെ എൻ്റെ ഉമ്മ ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുന്നുണ്ട്. അവരെ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്തു വരുന്നു. എൻ്റെ പേര് കരീം എന്നാണ്. പിടവൂര് റഷീദിൻ്റെ തൊട്ട് അയൽവാസിയാണ്. റഷീദിൻ്റെ അയൽവാസി ആയതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, ഒട്ടുമിക്ക പച്ചക്കറികളും ജൈവമായിട്ട് ഉൽപ്പാദിപ്പിച്ച്, അതായത് കൃത്രിമമായിട്ട് കീടനാശിനികളൊന്നും അടിക്കാതെ, ഇദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നതെങ്കിലും കൃഷിയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ജീവനാടി. ഇപ്പോൾ നല്ല മുന്തിരി തോട്ടം തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ വന്നാൽ തന്നെ അതിൽ നിന്ന് മുന്തിരി പറിച്ച് പുള്ളി ഫ്രീ ആയിട്ട് കൊടുക്കും. ഞങ്ങൾക്കെല്ലാം അതിൽ വിളവെടുക്കുന്ന സമയത്ത് തരാറുണ്ട്. നിറയെ മുന്തിരി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് അതിനകത്ത് കുറച്ച് കിളികളൊക്കെ ആയിട്ട് കുറച്ച് കളഞ്ഞെങ്കിലും നല്ലൊരു കൃഷിക്കാരനാണ്. ഈ 11 സെന്റ് സ്ഥലത്ത് റഷീദ് ചെയ്യാത്ത കൃഷികളില്ല. പച്ചക്കറി, അതുപോലെ തന്നെ ഗാർഡൻ ഉൾപ്പെടെ നല്ലൊരു കൃഷിക്കാരനാണ് റഷീദ്. ഈ അയൽവാസികൾക്കെല്ലാം സീസണായി കഴിഞ്ഞാൽ കടച്ചക്ക, മുരിങ്ങാക്കോല്, കപ്പ, മരച്ചീനി എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടുന്ന്, അതും പൈസ കൊടുത്താലൊന്നും പുള്ളി വാങ്ങില്ല, എല്ലാം പുള്ളിക്ക് സന്തോഷമാണ്. നമുക്കൊക്കെ ഇങ്ങനെ തരുന്ന കാര്യത്തിൽ വളരെ നന്മ നിറഞ്ഞ ഒരു കർഷകനാണ് റഷീദ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ. വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കോതമംഗലം.